ഈ തിരുവോണനാളിൽ സ്വന്തം നാടും വീടും വിട്ടു നിൽക്കുന്നവർക്ക് ഓണസദ്യ പലപ്പോഴും നഷ്ടമാകാറുണ്ട്. അങ്ങനെയുള്ള മലയാളികൾക്ക് ആശ്രയമായി മാറുന്നത് പലപ്പോഴും ഹോട്ടലുകൾ ഒരുക്കുന്ന ഇൻസ്റ്റന്റ് ഓണസദ്യ തന്നെയാണ്. തിരുവനന്തപുരത്തെ ഭക്ഷണപ്രേമികളുടെ ഇഷ്ടസ്ഥലമായ മദേഴ്സ് വെജ് പ്ലാസയിൽ 10 കൂട്ടം പായസം ഉൾപ്പെടെ വിഭവസമൃദ്ധമായ സദ്യയാണ് ഒരുക്കിയിട്ടുള്ളത്. സദ്യ വാങ്ങാനും കഴിക്കാനുമായി എത്തുന്നവരുടെ നീണ്ട നിരയാണ് ഹോട്ടലിന് മുന്നിലുള്ളത്. തിരുവോണനാളുകളിൽ പലപ്പോഴും സ്വന്തം നാടും വീടും ഒക്കെ വിട്ടു നിൽക്കുന്നവർക്ക് ഓണസദ്യ പലപ്പോഴും നഷ്ടമാകാറുണ്ട്. പക്ഷേ അങ്ങനെയുള്ളവർക്ക് ആശ്രയമായി മാറുന്നത് എപ്പോഴും നമ്മുടെ നഗരത്തിലെ പ്രധാന ഹോട്ടലുകൾ തന്നെയായിരിക്കും. അത്തരത്തിൽ ഏറെ ഈ ഭക്ഷണപ്രേമികൾക്കിടയിൽ ഏറെ പ്രശസ്തമായ തിരുവനന്തപുരത്തെ ഒരു പ്രധാന ഹോട്ടലാണ് മദേഴ്സ് വെജ് പ്ലാസ. എല്ലാ തിരുവോണനാളുകളിലും ഇവിടെയാണ് പലപ്പോഴും ഈ പറയുന്ന പോലെ വീടുകളിലേക്ക് പോകാൻ പറ്റാത്തവരും ഒക്കെയുള്ള ആളുകൾ ഒരു ഓണസദ്യ കഴിക്കാനായി എത്തുന്നത്. ഇന്നും സമാനമായ രീതിയിൽ മദേഴ്സ് വെജ് പ്ലാസയിൽ ഈ മലയാളികൾക്കായി വിഭവസമൃദ്ധമായ ഓണസദ്യ ഒരുക്കിയിട്ടുണ്ട്. ഏകദേശം 10 കൂട്ടം പായസം വരുന്നുണ്ട്. അതിൽ ബോളി ഉൾപ്പെടെയുള്ള 10 കൂട്ടം പായസം. അങ്ങനെ വളരെ വിഭവസമൃദ്ധം, ഏകദേശം 30-ലധികം കറികളൊക്കെ ആയിട്ട് വളരെ വിഭവസമൃദ്ധമായ ഓണസദ്യ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ അതിന്റെ ഒരു ഭക്ഷണ കാര്യങ്ങളിലേക്കൊക്കെ കടന്നിരിക്കുന്നത്. നല്ല തിരക്കുമുണ്ട് ഹോട്ടലിൽ. നമുക്ക് ഈ ആളുകളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം. ഇപ്പം ഈ തിരുവോണമാണ്, നമുക്ക് പലപ്പോഴും വീടുകളിലൊക്കെ സദ്യ വെക്കുന്നതിന് പലപ്പോഴും ചിലർക്ക് പ്രായോഗിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം നമുക്കൊരു ഓണസദ്യ, അത് മലയാളികളുടെ ഒരു വികാരം കൂടിയാണ്. ആ ഓണസദ്യ നമുക്ക് ആവരുതെന്നുള്ളൊരു കാര്യം കൂടെ ഉണ്ട്. അപ്പം എങ്ങനെയുണ്ട് ഓണം? ഈ സദ്യക്കായിട്ട് ഇപ്പോൾ വെയിറ്റിംഗ് ആണെന്ന് മനസ്സിലായി. അത് കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. കാരണം ഇവിടുത്തെ സദ്യ അത്ര മനോഹരമാണെന്ന് ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തതാണ്. ഞങ്ങളിപ്പോഴും ചോറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഈ തിരക്ക് കണ്ടിട്ട് ഞങ്ങൾ തന്നെ അന്തം വിട്ടു പോയി. ഒരു വലിയൊരു ഒരു സംരംഭമാണെന്ന് ഇത് കരുതുന്നു. ഇദ്ദേഹം ഈ പറയുന്ന പോലെ അല്പസമയം ഞാൻ സംസാരിച്ചിരുന്നു. അമേരിക്കയിൽ സെറ്റിൽ ചെയ്ത ആളാണ്. ഇപ്പം ഓണത്തിനായിട്ട് നാട്ടിലേക്ക് എത്തി. അപ്പം മദേഴ്സ് വെജ് പ്ലാസയിലെ ഒരു ഓണം സദ്യ കഴിക്കണം എന്ന് പലരും പറഞ്ഞു. അങ്ങനെ അറിഞ്ഞുകൊണ്ടാണ് ഇവിടേക്ക് എത്തിയതെന്നാണ് പറഞ്ഞത്. ഏതായാലും ഹാപ്പി ഓണം. എങ്ങനെയാണ് സദ്യയൊക്കെ? അമേരിക്കയിൽ ഇപ്പം കുറെ വർഷങ്ങളായിട്ട് നിൽക്കുമല്ലേ? ഇതുപോലൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇത്രയും 10 കൂട്ടം പായസവും ഇതുപോലത്തെ ഒരു അറ്റ്മോസ്ഫിയറിൽ നടത്താൻ പറ്റുന്നില്ല. എങ്കിലും ഇറ്റ് വാസ് എ വെരി ഗുഡ് എക്സ്പീരിയൻസ്. തിരുവോണത്തിന് അല്ല, ഓണത്തിന് ഇപ്പം സിറ്റിയിൽ വേറെ പല ആഘോഷങ്ങളൊക്കെ ഉണ്ട്. സിറ്റിയിലെ പരിപാടി, ഇലിമിനേഷൻ, എവറിത്തിങ് ഈസ് വെരി വണ്ടർഫുൾ, വെൽ ഓർഗനൈസ്ഡ്. താങ്ക് യു. ഹാപ്പി ഓണം. അപ്പോൾ അങ്ങനെ തന്നെയാണ് പറയുന്ന പോലെ തന്നെ മലയാളികൾ, വിദേശത്തൊക്കെ തന്നെ താമസിക്കുന്ന മലയാളികളൊക്കെ ഉണ്ട്. അവരൊക്കെ ഈ ഓണ സമയത്താണ് പലപ്പോഴും നാട്ടിലേക്ക് എത്തുന്നത്. പക്ഷേ കുടുംബമായി ഒന്ന് സദ്യ കഴിക്കാനൊക്കെ ആയിട്ട് ഈ ഹോട്ടലുകളിലേക്ക് എത്തുന്നു. അങ്ങനെയുള്ള ഒരു കാര്യങ്ങളാണ്, അതിൻ്റെ ഒരു തിരക്കാണ് നമ്മളിവിടെ കാണുന്നത്. ചേട്ടാ, സദ്യ എങ്ങനെ ഉണ്ട് എന്ന് ഞാൻ ചോദിക്കുന്നില്ല, അടിപൊളിയാണെന്ന് അറിയാം. എന്നാലും വെരി ഗുഡ്. അടിപൊളി. തിരക്കുണ്ടായിരുന്നോ? തിരക്ക് അല്പം ഉണ്ടായിരുന്നു. അല്ല, ഞങ്ങൾക്ക് വേഗം ചോറ് തന്നു, പ്രായം കൊണ്ട്. 10 കൂട്ടം പായസം ഉൾപ്പെടെയുള്ള സദ്യയാണ് ഒരുക്കിയിരിക്കുന്നത്. ഏതായാലും ആ ഒരു തിരക്ക് ഇപ്പോഴും ഇവിടെ ഹോട്ടലിലുണ്ട്. നമുക്ക് ഹോട്ടലിന് പുറത്ത് വലിയ ക്യൂ കാണാൻ കഴിയും. ഈ സദ്യ ഇവിടെ നേരത്തെ തന്നെ മുൻകൂട്ടി ബുക്ക് ചെയ്തുകൊണ്ടാണ് ഇവിടെ കഴിക്കുന്നത്. അപ്പോൾ നേരത്തെ മുൻകൂട്ടി ബുക്ക് ചെയ്തവർക്കെല്ലാം തന്നെ ഇവിടെ അകത്തിരുന്ന് കഴിക്കാൻ പറ്റുന്നുണ്ട്. മറ്റേ വീടുകളിലേക്ക് വാങ്ങിക്കൊണ്ടു പോകാനായി നിൽക്കുന്ന ആളുകളുടെ ഒരു ക്യൂ ഉണ്ട്. അത് ഈ പറയുന്ന പോലെ തന്നെ നമുക്ക് ഈ ഹോട്ടലിന്റെ പുറത്ത് നിന്നും ബേക്കറി ജംഗ്ഷൻ വരെ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ക്യൂ തന്നെയാണ് ഇവിടെ ഉള്ളത്. ചേട്ടാ, സദ്യ എങ്ങനെയുണ്ട്? നല്ല സൂപ്പർ സദ്യയാണ്, അടിപൊളി. ഒന്നും ആയിട്ടില്ല, ഇനിയിപ്പോൾ വരാൻ പോകുന്നേ ഉള്ളൂ. കുറച്ചുകൂടെ വരാനുണ്ട്, ഐറ്റംസ് ഒക്കെ വരാനുണ്ട്. എത്ര ഐറ്റം ഉണ്ട് കറികൾ? എത്ര വന്നു എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരു 10, 12, 13 ഐറ്റത്തിൽ കൂടുതൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അവസാനം പപ്പടവും പായസങ്ങളും വേറെ അഡീഷണലും ഒക്കെ വരാനുണ്ട്. സ്ഥലം ഇവിടെ തന്നെയാണ്, ചങ്ങനാശ്ശേരി, കോട്ടയം ചങ്ങനാശ്ശേരി. ഓണത്തിന് വീട്ടിലോട്ട് പോകാൻ പറ്റിയില്ല? ഇല്ല, പറ്റിയില്ല. ഹാപ്പി ഓണം. സെയിം ടു യു. ഈ പറഞ്ഞതുപോലെ തന്നെ പലർക്കും ഈ വീടുകളിലേക്കൊന്നും തന്നെ ഓണ ദിവസമായിട്ട് പോകാൻ കഴിയുന്നില്ല. ജോലി തിരക്കുകളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്നത് പോലെ ഇൻസ്റ്റന്റ് ഓണസദ്യ നമ്മൾ വീടുകളിലേക്ക് പാഴ്സലായി ഓണസദ്യ വാങ്ങുക, ഒപ്പം തന്നെ ഹോട്ടലുകളിലേക്ക് നേരിട്ട് ഓണസദ്യ കഴിക്കുക. ഏതായാലും തിരുവനന്തപുരത്ത് ഓണാഘോഷം കളറായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇനിയിപ്പോൾ വൈകുന്നേരം തിരുവോണത്തിന്റെ ഒരു സദ്യ എല്ലാം തന്നെ കഴിഞ്ഞ് ആളുകളെല്ലാം തന്നെ ഒന്ന് മയങ്ങി വീണ്ടും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നഗരത്തിന്റെ മറ്റ് കാഴ്ചകളിലേക്ക് ഇറങ്ങും. സർക്കാരിന്റെ ഓണം ആഘോഷം ഇവിടെ പുരോഗമിക്കുന്നുണ്ട്. ഇന്ന് പ്രത്യേക പരിപാടികളും കലാപ്രകടനങ്ങളും ഒപ്പം തന്നെ വൈദ്യുത ദീപാലങ്കാരവും ഒക്കെ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് ഓണം കളറായി മുന്നോട്ട് കൊണ്ടുപോകുന്നു. തിരുവനന്തപുരം മദേഴ്സ് വെജ് പ്ലാസ ഹോട്ടലിൽ നിന്നും രതീഷ് കട്ടേലയ്ക്കൊപ്പം ദേവൻ MP, ന്യൂസ് മലയാളം.